വ്യക്തിപൂജ പാട്ടുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെ പോകാം. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ സ്തുതിഗാനം പാടില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി വേദിയിലിരിക്കെ പാടേണ്ട എന്നാണ് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ഊറ്റൂഴിയിലെ ഈ ഓഫീസിന്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ തന്നെ സെൻട്രൽ സ്റ്റേഡിയത്തിലെ വേദിയിൽ സ്തുതിഗാനം പാടും. ഇതിന്റെ വിശദാംശങ്ങൾ, കൂടുതൽ വിവരങ്ങൾ എന്നിവയുമായി പ്രശാന്ത് കൃഷ്ണ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ പൊതുസമ്മേളനം നടക്കുന്നിടത്ത് നിന്ന് ചേരുന്നുണ്ട്. ആ വേദിയിലാണ് ഈ ഗാനം ആലപിക്കാൻ വേണ്ടി പോകുന്നത്. വളരെയധികം ചരിത്രപരമായിട്ടുള്ള തീരുമാനം, അല്ലെങ്കിൽ സ്തുതിഗീതങ്ങളിൽ ഒരു ചരിത്രപരമായ മാറ്റം ഉണ്ടാകുമോ? ഇത്തരം സ്തുതിഗാനങ്ങളൊക്കെ തന്നെ ഇനിയും എഴുതാം എന്ന തരത്തിലേക്കൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ചിന്തിക്കുന്ന ഒരു വേദി കൂടിയാണ് വരാൻ പോകുന്നത്. സ്തുതിഗാനം എപ്പോൾ ആരംഭിക്കും പ്രസാദ്? മാർഷൽ, സ്തുതിഗാനം വ്യക്തിപൂജയാണെന്നുള്ള ചർച്ചകളിലേക്ക് വഴിമാറിയ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ആ ഗാനം ഇവിടെ സെൻട്രൽ സ്റ്റേഡിയത്തിലെ വേദിയിൽ ആലപിക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ എത്തിയത്. ഏതായാലും ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ നമ്മളിപ്പോൾ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് അണി ചേരുന്നുണ്ട്. ചേട്ടാ, എന്തുകൊണ്ടാണ് ആ ഒരു മാറ്റം? അതായത് ഇതൊരു വ്യക്തിപൂജയാണോ ആ ഗാനം? അത് കേൾക്കുന്നവർക്ക് അങ്ങനെ തോന്നുന്നുകൊണ്ടാണ് ചോദിക്കാൻ കാര്യം. നിരവധി കമ്മ്യൂണിസ്റ്റ് നേതാക്കളെക്കുറിച്ച് ഗാനങ്ങളുണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് അറിയപ്പെടുന്ന ഏറ്റവും പ്രിയങ്കരനായ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഗാനം രചിക്കണമെന്നും സംഗീതം ചെയ്യണമെന്നും ആലപിക്കുന്ന എന്നും ഞങ്ങൾ നേരത്തെ ആഗ്രഹിച്ചിരുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് ഇത് ചെയ്യുന്നത്. സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ വ്യക്തിപൂജയിൽ വിശ്വസിക്കുന്നില്ല. പക്ഷെ അപ്പോൾ ഇതൊരു വ്യക്തിപൂജ എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുകയല്ലേ? ഒരിക്കലുമല്ല. സഖാവ് പിണറായിയെ സംബന്ധിച്ച് എല്ലാ കോണുകളിൽ നിന്നും ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ, അദ്ദേഹത്തിൻ്റെ സംഘടനാപരമായ കഴിവ്, അദ്ദേഹം കേരളത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, ഇതെല്ലാം ജനങ്ങളെ അറിയിക്കേണ്ട ബാധ്യത ഞങ്ങളെപ്പോലെയുള്ള ഒരു സെക്രട്ടേറിയറ്റിലെ സംഘടനയ്ക്കുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഇത് ചെയ്തത്. മുഖ്യമന്ത്രി ഇവിടെ ഇരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ 100 ഗായകർ, ജീവനക്കാർ പാടാനുള്ളൊരു ആലോചന, പിന്നെ എന്തുകൊണ്ട് അതിലൊരു മാറ്റം വന്നു? മുഖ്യമന്ത്രി ഉദ്ഘാടനം കഴിഞ്ഞ് വരുമ്പോൾ ഈ പാട്ടുണ്ടാവും. അതായത് മുഖ്യമന്ത്രി ഉള്ളപ്പോൾ തന്നെ ഈ പാട്ട് പാടുമോ? മുഖ്യമന്ത്രി സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് പാട്ടുണ്ടാവും. അപ്പം മുഖ്യമന്ത്രിക്ക് കേൾക്കാൻ കഴിയും അദ്ദേഹത്തെക്കുറിച്ചുള്ള പാട്ടല്ലേ? കഴിയും. അപ്പോൾ ആദ്യം മുഖ്യമന്ത്രി അവിടെ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഇവിടെ പാട്ട് തുടങ്ങുമെന്നായല്ലോ, അങ്ങനെയാണോ തീരുമാനം? 6 മിനിറ്റുള്ള പാട്ടാണ്. ഉദ്ഘാടനം കഴിഞ്ഞാൽ ഉടനെ പാട്ട് ആരംഭിക്കും. മുഖ്യമന്ത്രി എത്തുമ്പോൾ പാട്ടുണ്ടാവും. ഗാനം രചിച്ച ആളോട് ചേട്ടൻ നിർദ്ദേശിച്ചത് ഒരു വിപ്ലവാത്മകമായ ഒരു ഗാനം, എന്നാൽ അതിനകത്തൊരു പ്രകീർത്തനം, ഒരു തോന്നൽ വേണ്ട എന്ന തരത്തിലുള്ള ഒരു ഗാനം തയ്യാറാക്കാനായിരുന്നോ? സഖാവ് പിണറായിയെ സംബന്ധിച്ച് ഒരു ഗാനം തയ്യാറാക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷം കേരളത്തിൻ്റെ നേട്ടങ്ങൾ, പ്രളയകാലത്തും മറ്റും കോവിഡ് സമയത്തുമെല്ലാം ഇതുപോലെ നമുക്ക് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരു നേതാവ് എൻ്റെ ജീവിതത്തിൽ ഇല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഇത്തരം ഒരു ഗാനം വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അത് ഞാൻ രചന നടത്തിയ ചിത്രസേനോട് പറയുകയും അതിനനുസരിച്ച് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തൊട്ട് മുമ്പ് കഴിഞ്ഞ CPM ജില്ലാ സമ്മേളന സമയത്ത് കാരണഭൂതൻ എന്ന് പറഞ്ഞൊരു പാട്ട് വലിയ ഹിറ്റായി, ഒരു തിരുവാതിരക്കൽ. അപ്പോൾ ആ പാട്ടിനെ കവച്ചു വയ്ക്കുന്ന രീതിയിലൊരു പാട്ടാകണം എന്ന് ചിന്തിച്ചിരുന്നോ? അങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു. പക്ഷേ പിണറായി എന്ന ധീരനായ കമ്മ്യൂണിസ്റ്റ് നേതാവിനും മുഖ്യമന്ത്രിക്കും വേണ്ടി നല്ലൊരു പാട്ട് വേണം എന്ന് എൻ്റെ മനസ്സിലൊരു നിർബന്ധമുണ്ടായിരുന്നു. അത് ലക്ഷ്യത്തിലെത്തി. അപ്പം അതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ ഏതായാലും ഗാനം രചിച്ചത് ഇതൊരു പ്രകീർത്തന ഗാനം, പുകഴ്ത്തലാണ് എന്ന് മുഖ്യമന്ത്രിക്ക് തന്നെ ബോധ്യമായിട്ടുണ്ട്. എനിക്ക് രസം തോന്നിയൊരു കാര്യം, ഈ ഗാനരചയിതാവ് ചിത്രസേനോട് നമ്മൾ ചോദിച്ചുവല്ലോ. അപ്പോൾ ഈ ഹണിയുടെ അഭിപ്രായം ഇപ്പോൾ കേട്ടപ്പോൾ ഹണി പറഞ്ഞ പ്രകാരമാണ് പാട്ട് എഴുതിയത്. ധനവകുപ്പിലെ ഉദ്യോഗസ്ഥൻ കൂടിയാണ് ചിത്രസേനൻ. ചിത്രസേനൻ തന്നെ പറയുന്നുണ്ട്, പാട്ട് എഴുതി വന്നപ്പോൾ അല്പം പ്രകീർത്തനം അല്ലെങ്കിൽ വാഴ്ത്ത് കൂടിപ്പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്, ഇതിൽ കുറച്ച് കമ്മ്യൂണിസ്റ്റ് ശൈലിക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ അങ്ങനെ ബിംബമായി വെച്ചുകൊണ്ടൊരു പാട്ടായി പോയി എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചർച്ചകൾക്ക് ശേഷമാണോ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മുൻപിൽ ഇത് പാടേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് കൂടി എത്തിയിരിക്കുന്നത്? ഇതിലൊരാകെ ആശയക്കുഴപ്പം വന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ഒരു വിപ്ലവ ഗാനം അത് മുഖ്യമന്ത്രിയെ പ്രകീർത്തിക്കുന്നതാണെന്ന് തോന്നാത്ത രീതിയിലാകണം. കാരണം ഈ വ്യക്തിപൂജ എന്നുള്ള വിഷയം പ്രശ്നമാകും. മാത്രമല്ല പിന്നീട് അത്
ഈ കാരണഭൂതൻ പാട്ടൊക്കെ ഇറങ്ങിയപ്പോൾ അതൊരു ട്രോളായി ഇപ്പോഴും ട്രോളായി മാറുന്നത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കുക എന്നുള്ളതുകൊണ്ടാണ് ഒരു വിപ്ലവഗാനം മുഖ്യമന്ത്രിയെ പ്രകീർത്തിക്കുന്നതായിരുന്നു, മുഖ്യമന്ത്രിയുടെ നേട്ടങ്ങളൊക്കെ വിവരിക്കുന്നതായിരുന്നു. പക്ഷേ എന്നാൽ അത് ഒരു പുകഴ്ത്തലാണെന്ന് തോന്നാനും പാടില്ല എന്ന തരത്തിലൊരു ഗാനം ഉണ്ടാക്കാനായിരുന്നു നിർദ്ദേശിച്ചത്. പക്ഷേ എഴുതിയപ്പോൾ അത് കുറച്ച് കൂടിപ്പോയി, അത് കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെ. ഏതായാലും ഇപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ പാട്ട് വന്നിരിക്കുകയാണ് എന്ന് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ നേതാവ് ഹണി തന്നെ വിശദീകരിക്കുകയാണ്. ഏതായാലും അപ്പോൾ അത് ഇപ്പോൾ അവരുദ്ദേശിച്ച രീതിയിലുള്ള പാട്ട് തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും മുഖ്യമന്ത്രി നേരത്തെ തീരുമാനിച്ചത് ഈ വേദിയിൽ മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മുന്നിൽ 100 ജീവനക്കാർ ഈ പാട്ട് പാടാൻ വേണ്ടിയുള്ള തീരുമാനത്തിലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് വിശദീകരിച്ചത് തന്നെക്കുറിച്ച് പല കോണിൽ നിന്ന് വിമർശനങ്ങൾ വരുമ്പോൾ ചിലർ